ഇന്നത്തെ ഒരു ഹോം മെയ്ഡ് നാച്ചൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല സക്സസ് ആയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ നാച്ചൂസിന് വേണ്ടിയിട്ട് ഈ ലേസൊക്കെ പോലത്തെ ഒരു സാധനം ഇവിടെ വാങ്ങി കിട്ടും. അത് വെച്ചിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് കിഡ്നി ബീൻസ് അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി. എല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ ആഫ്റ്റർ കിഡ്നി ബീൻസ് നമ്മൾ ഇത്തിരി സവോളയൊക്കെ അരിഞ്ഞ് കുരുകുരുന്നനെ അരിഞ്ഞത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ എല്ലാവിടെയും നല്ല ഫില്ലിങ്ങൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഉള്ളത് ടൊമാറ്റോ തക്കാളിയാണ്. തക്കാളി എല്ലാം നന്നായി ഇതുപോലെ തന്നെ കുരുകുരുന്നനെ അരിഞ്ഞിട്ട് കൊടുക്കുക. അത് നമ്മൾ ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സോഗി പോകത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിലെല്ലാം നമ്മളിങ്ങനെ ഫില്ലിങ് വെച്ച് ഓരോന്ന് ലെയർ ബൈ ലെയർ ഇട്ട് കൊടുക്കാം. ഇത് ഒനിയൻ്റെ എന്തോ പറയൂലേ അതിനെ, ഞാൻ മറന്നുപോയി. ഓനിയൻ്റെ ഒരു സാധനമാണിത്, ഒനിയൻ്റെ കൂമ്പോ അങ്ങനെ എന്തോ. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ക്യാപ്സിക്കം എന്ന് പറയും, റെഡ് ബെൽ പെപ്പർ, അതൊക്കെ ഇടും. സോറി, അതിട്ടില്ല. അതിന് പകരം ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് എയർ ഫ്രയറിൽ വെച്ചിട്ട് വേവിച്ചതുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളത് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 പാത്രത്തിൽ വയ്ക്കുന്നത് ഒരെണ്ണം ചിക്കനും ഒരെണ്ണം വെജിറ്റേറിയൻ നാച്ചൂസുമാണ് ചെയ്യുന്നത്. അത് കാരണം ഒരെണ്ണത്തിൽ മാത്രം ചിക്കൻ്റെ ഫില്ലിങ്സ് തന്നെ. അതിന് ശേഷമാണ് ഇപ്പോഴാണ് ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ ഇടുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. റെഡ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് റെഡും ഓറഞ്ചും യെല്ലോ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കണ്ണ് കാണില്ല. അതിടുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ എന്തോ ഒരു ഇല ഇട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കൊറിയാൻഡറിൻ്റെ ഇല തന്നെയാണെന്ന് തോന്നുന്നു. അതിടുക, മല്ലിയില ഇടുക, മൊത്തം ഇടുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തേന്ന് പറയുന്നത് ചീസാണ്. ഈ ചീസ് ഏത് ചീസാണെന്ന് ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ചീസ് ഇടുക. ചീസ് ഇഷ്ടമുള്ള പോലെ നന്നായി ചീസ് ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇടാം. ചീസിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് അതിൻ്റെ മെയിൻ സാധനം. കണ്ടോ, ഇതാണ് ആ ചീസ്. അത് ഇഷ്ടമുള്ള ചീസാണെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ ചീസാണ് ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കണത്. ആ ചീസ് ഇടുക. ആ ചീസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒക്കെ സെറ്റാണ്. ഇനി നേരെ മൈക്രോവേവിലോട്ട്. കണ്ട, ഇതാണ് ലുക്ക്. ചീസ് ഇട്ട് കഴിഞ്ഞിട്ടും ഫൈനൽ ലുക്ക് ബിഫോർ കുക്കിങ്ങിൻ്റെ ലുക്ക്. അപ്പോൾ ഈ വെജിറ്റബിൾ നാച്ചോസിൻ്റെ സെക്ഷനിൽ കുറച്ച് ഒലീവ്സ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൽ വേറെ എക്സ്ട്രാ ഒന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ മൈക്രോവേവ് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ വേഗം അതിലോട്ട് എടുത്തു വെച്ചു. എന്നിട്ട് അതിലൊരു 5-10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം ചീസൊക്കെ മെൽറ്റായിരിക്കണത്. കണ്ടോ, അതിൽ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി മെൽറ്റ് ആവണം, ഓവർ മെൽറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇത്തിരി നേരം കൂടെ വെച്ചാൽ മതി. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങനെ ചെയ്യുക. കണ്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ്. നമുക്കധികം ഇത്ര ചീസ് കറക്റ്റായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് തന്നെ നല്ല യമ്മി നാച്ചൂസ് ആയിരുന്നു, ഹോം മെയ്ഡ്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഹെൽത്തിയാണ്. ബിക്കോസ് അതിൽ യൂസ് ചെയ്യുന്ന ഇതൊന്നും അധികം ഫാറ്റുള്ള ചിപ്സൊന്നുമല്ല. അപ്പോൾ അത് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.